ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഓഗസ്റ്റ് 15 അടുത്ത് വരികയല്ലേ, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു 10 ഇഞ്ച് വീതിയും ഒരു 20 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കി കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം സെൻറ്ററിൽ വരത്തക്ക വിധം നമ്മൾ രണ്ടായി ഫോൾഡ് ചെയ്ത് അതിനെ തിരിച്ച് നമ്മൾ അതായത് തിരിച്ച് നമ്മളൊരു ക്യാപ്പിൻ്റെ രൂപത്തിലേക്ക് മടക്കിയെടുക്കണം കേട്ടോ. അത് അതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കറക്റ്റ് ലെവലിൽ ആ സ്റ്റിച്ച് രണ്ടും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാകും. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മേലേക്കുള്ള ക്യാപ്പിനുള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇത് ഏകദേശം എൻ്റെ മോൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 ഇഞ്ച് വീതി വേണം കേട്ടോ. നമ്മൾ 10 ഇഞ്ചല്ല എടുത്തത്, അപ്പോൾ രണ്ടായി ഫോൾഡ് ചെയ്യുമ്പോൾ 5 ഇഞ്ച്. ഇനി ഇതിൽ ഒന്നുകൂടി നമ്മൾ ഫോൾഡ് ചെയ്യും. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മേലേക്കുള്ള ക്യാപ്പിനുള്ള മേലേക്കുള്ള ക്ലോത്ത് ഞാനിത് അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയ ശേഷം നമ്മൾ അതേ വീതിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സർക്കിളും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് ചുറ്റുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഒന്നുകൂടി നല്ലത് നമ്മൾ കൈത്തുന്നലാണ്. കൈത്തുന്നൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചെടുക്കണം. അതായത് ഉൾവശത്തിലേക്ക് ചീത്ത ഭാഗം പോണ പോലെ മറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് നമുക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ക്യാപ്പിൻ്റെ രൂപത്തിലേക്ക് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ നെഹ്റു സാറിൻ്റെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ മോൻക്ക് ഇട്ടെടുത്തുള്ള വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓഗസ്റ്റ് 15 എല്ലാ കോസ്റ്റ്യൂമും കൂടി ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. താങ്ക് യു.